പോകുമ്പോൾ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് സാത്താന്മാർ നമുക്ക് ചുറ്റും കറങ്ങുകയാണ്. മോഹനസുന്ദര വാഗ്ദാനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. നിങ്ങളിപ്പോൾ വന്നാൽ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങളിപ്പോൾ വന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങളിപ്പോൾ വന്നാൽ തൃശ്ശൂരിന്റെ മേയർ, പലതരത്തിലുള്ള വാഗ്ദാനങ്ങളുമായി സാത്താൻ കടന്നു വരുമ്പോൾ അതിനെ നേരെ കൈ ചൂണ്ടി പറയാൻ, സാത്താനെ കടക്കു പുറത്ത് എന്ന് പറയാൻ നിങ്ങൾ ആ ഒരു ആർജവം കാണിച്ചാൽ തൃശ്ശൂരിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിക്കും. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത രീതിയിൽ ഇനിയും മുന്നോട്ട് പോകണം. 10 വർഷക്കാലമായി നമ്മൾ ഇന്ന് പ്രതിപക്ഷത്താണ്. ആ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ജനങ്ങൾ നമ്മിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഇടയ്ക്ക് നമ്മുടെ പ്രവർത്തനത്തിലൂടെ വിശ്വാസ തകർച്ച സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വിശ്വാസ തകർച്ചയെ തിരിച്ചു പിടിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകർക്കും കഴിയുമെന്നുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് KPCCയിലേക്ക് ഒരു വാക്ക് കൊടുക്കാം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടേതാകും മാത്രം എന്ന് മാത്രം നമുക്ക് ഉറക്കെ പറയാൻ, ഈ സമര സംഗമത്തിന് വേദിയാക്കാൻ നിങ്ങൾ ഉതകട്ടെ എന്ന് മാത്രം ഇത്തരണത്തിൽ ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഇന്ന് പ്രതികൂലമായ കാലാവസ്ഥയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ബസിന്റെ പണിമുടക്ക് നടന്നപ്പോഴും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണ പതാകയോടുള്ള അഭിനിവേശം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഹാളിലേക്ക് കടന്നു വന്നാൽ ആ വന്നു ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. UDF കൺവീനർ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാർ, പ്രിയപ്പെട്ട ശ്രീ തേറമ്പൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരായ സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഞങ്ങള് കോഴിക്കോട്ടെയും മലപ്പുറത്തെയും പരിപാടി കഴിഞ്ഞ് തൃശ്ശൂരിലെത്തിയത് നിങ്ങൾക്ക് ആവേശം പകരാനാണ് എങ്കിൽ ഇവിടെ വന്നപ്പോൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആവേശം സ്വീകരിക്കുകയാണ്. തൃശ്ശൂരിന്റെ പേരും പെരുമയും പ്രൗഢിയും പാരമ്പര്യവും എല്ലാം വീണ്ടെടുക്കാൻ നിങ്ങൾ സുസജ്ജരാണ് എന്ന് ഈ കൺവെൻഷൻ തെളിയിച്ചിരിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ പ്രഖ്യാപനം ഇവിടെ സഗൗരവം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ടാർജറ്റ് എന്നാണ്. അദ്ദേഹം ടാർജറ്റ് നൽകിക്കൊണ്ടാണ്, ടാർജറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നത് വളരെയേറെ സന്തോഷകരമാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. തൃശ്ശൂരിന്റെ പാരമ്പര്യം എന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ എന്ന് നമുക്കെല്ലാം നന്നായിട്ട് അറിയാം. രാഷ്ട്രീയത്തിലും ഇന്റർവ്യൂവിൽ പോയി അവരെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നു. പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകളാണ് വനിതാ CPO റാങ്ക് ലിസ്റ്റിലെ യുവതികളാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മുൻപിൽ സമരം ചെയ്തത് എങ്കിൽ ആ സമരത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല. ആശാ വർക്കർമാരുടെ സമരം അത് ഒറ്റപ്പെട്ട സമരമല്ല. അവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വരുമാനം 232 രൂപയാണ് ഒരു ദിവസം അവർക്ക് കിട്ടുന്നത്. ഒരു ദിവസം 232 രൂപ കൊണ്ട് ഈ ഭാരിച്ച ജീവിത ചെലവ് എങ്ങനെ നമ്മുടെ സഹോദരിമാർ എങ്ങനെ ആ ജീവിത ചെലവ് വഹിക്കും? അതുകൊണ്ട് അവര് ഒരു ചെറിയ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ സമരം ചെയ്തിട്ട് 4 മാസങ്ങളായി തിരുവനന്തപുരത്ത് ആ സമരം നടക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ആ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവർ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഉപാധ്യക്ഷന്മാരായ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ AP അനിൽകുമാർ, ശ്രീ വിഷ്ണുനാഥ്, ശ്രീ ഷാഫി പറമ്പിൽ, വേദിയിലെ ഉപവിഷ്ടരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ ഞങ്ങളുടെ സ്പീക്കറായ ശ്രീ തേറമ്പൽ രാമകൃഷ്ണൻ അവർ, പ്രിയപ്പെട്ട ശ്രീ സനീഷ് ഉൾപ്പെടെ ആയിട്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതും ആ ഉപതെരഞ്ഞെടുപ്പിൽ
LDFിന്റെ കൈവശമുണ്ടായിരുന്ന സീറ്റ് തിരികെ പിടിക്കാനുള്ള അവസരം എനിക്ക്. ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ നിങ്ങൾ പല ആളുകളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. നിങ്ങളെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഞങ്ങൾ എല്ലാവരും തന്നെ ഒരു മാസക്കാലം അവിടെ പ്രവർത്തനം നടത്തിയത്. അതിൽ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ശ്രീ MP അനിൽകുമാർ, അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ മോശമായി പോകും എന്നുള്ളത് കൊണ്ടാണ് വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിനേക്കാൾ ഉപരിയായി അവിടെ നടന്ന ഓരോ പ്രവർത്തനങ്ങളിലും വളരെ ചിട്ട ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് രണ്ടാമത്തെ ദിവസം അവിടെ ഇറങ്ങിയത്. ചെല്ലുന്ന അവസരങ്ങൾ നമ്മുടെ മണ്ഡല തലത്തിലുള്ള കൺവെൻഷനുകൾ വെച്ചിരിക്കുകയാണ്. 263 ബൂത്തുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് 263 ബൂത്തുകളുടെയും ചെയർമാൻമാരും കൺവീനർമാരും കസേരകളിൽ പേരെഴുതി വെച്ചു. എന്ന് വെച്ചാൽ ഇത്ര നമ്പർ ബൂത്തിന്റെ ചെയർമാൻ, കൺവീനർ. ഒരു കസേര പോലും ഒഴിച്ചിടാതെ മുഴുവൻ ആളുകളും പങ്കെടുത്ത് ആദ്യം മുതൽ അവസാനം വരെയും ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അവസരത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് നമുക്ക് എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിക്കണം. ആ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും നിറവേറ്റി എന്നുള്ളതിന്റെ പ്രതിഫലനമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിക്കാനുള്ള അവസരം കിട്ടി. ഒരു ദിവസം അർദ്ധരാത്രിയിൽ അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, താൻ ഉറങ്ങിപ്പോയോ? വിളിച്ച ഉറത്തിയിട്ടാണ് എന്നോട് ചോദിക്കുന്നത്, ഉറങ്ങിപ്പോയോ? അർദ്ധരാത്രിയിലാണെന്ന് നോക്കണം. ഞാൻ പറഞ്ഞു ഉറങ്ങിയില്ല. എന്താ പിന്നെ താൻ വേഗം വേണം, തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഞാൻ വേഗം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കേരളത്തിൽ കുറച്ച് മെഡിക്കൽ കോളേജ് കൊടുക്കണം, കേരളത്തിൽ കുറച്ച് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ആയിരിക്കണം മെഡിക്കൽ കോളേജ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് മലപ്പുറത്ത് കൊടുത്താലെന്താ? ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല. അത് കഴിഞ്ഞെന്നെ പറഞ്ഞു ഇടുക്കി കൊടുത്താലെന്താ? കുഴപ്പമില്ല. പിന്നീട് കാസർഗോഡ് കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്തു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു സ്വാർത്ഥ താല്പര്യം ഞാൻ കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് കോന്നി മെഡിക്കൽ കോളേജ് വന്നത്. അപ്പൊ ഞാൻ മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞപ്പോ ഞാനോട് പറഞ്ഞു, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്റെ ജില്ലയിൽ കൂടി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ട് അതിനു കൂടി അനുമതി തരണമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോ ഒന്നും ചോദിക്കാൻ കൊടുത്തൊന്നുമില്ല, 4 മെഡിക്കൽ കോളേജ് വരുമെന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കമില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ നോക്കുകയായിരുന്നു. നോക്കുമ്പോൾ ഏറ്റവും ഒടുവിലാണ് സനീഷ് കുമാർ ജോസഫ് MLA ഉള്ളത്. ഓർക്കുന്നു 2011 നമ്മുടെ ഗവൺമെന്റ് വന്ന സമയത്ത് ആ ഗവൺമെന്റിനകത്ത് അന്ന് തേറമ്പൽ സാറുണ്ട്, മാധവേട്ടനുണ്ട്, TN പ്രതാപനുണ്ട്, MP വിൻസെന്റ് ഉണ്ട്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 5 MLA-മാര്, ഏറെ ബഹുമാനായ CN ഉണ്ട്. അങ്ങനെ 5 കോൺഗ്രസ് MLA-മാർക്ക് എന്താണ് ഇടതുപക്ഷ ബദൽ എന്ന് പറഞ്ഞു. ആ ഇടതുപക്ഷ ബദൽ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് പലതുമുണ്ട്. പക്ഷെ ഞങ്ങൾ ഏറ്റവും ഫോക്കസ് കൊടുക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമാണ് എന്ന് ഏതാണ്ട് 9 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. തോമസ് ഐസക്കും LDF-ഉം പിണറായി വിജയനും സ്വപ്നം കണ്ട ഇടതുപക്ഷ ബദലാണ് കോട്ടയത്ത് തകർന്നു വീഴുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. അത് ഒരു പ്രതീകം മാത്രമാണ്. എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. സമയപരിമിതി കൊണ്ട് അതിലേക്ക് പോകുന്നു. ഞങ്ങൾ ഇന്നലെ കോഴിക്കോടും പറഞ്ഞു, 10 വർഷത്തെ
ഇടതുമുന്നണിയുടെ ഭരണം, പിണറായി വിജയന്റെ ഭരണം. നമുക്ക് ആ ഭരണത്തെ 10 വർഷത്തെ UDFന്റെ ഭരണം കൊണ്ട് നേരിടേണ്ട കാര്യമില്ല. 5 വർഷത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണം കൊണ്ട് ഈ 10 വർഷത്തെ ഭരണത്തെ നേരിടുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, നമ്മൾ ആ സ്ഥലത്തിലേക്ക് പോകാറില്ല. നമ്മളൊന്നാണ് കേരളം നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ അത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് കരുതുന്നത്. ഈ പറയുന്ന മേഖലയിലൊക്കെ ഇന്നലകളിലും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും അതിനു മുമ്പും കേരളം ഒന്നാമതായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആരോഗ്യ മേഖല ഇത്രത്തോളം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന ഏത് ഗവൺമെന്റാണുള്ളത്? ഈ 10 വർഷത്തിനിടയിൽ എത്ര മെഡിക്കൽ കോളേജ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നു? ഈ 10 വർഷത്തിനിടയിൽ എത്ര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ഈ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രികളാക്കി? എത്ര താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികളാക്കി? തൊട്ടപ്പുറത്തെ ജില്ലയിൽ നിന്ന് KSU പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് ഈ ജില്ലയെ നോക്കി കാണുമ്പോൾ സ്റ്റാൾവാർഡ്സ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം, കോൺഗ്രസിന്റെ ഒരു ഈറ്റില്ലമായിരുന്ന ശക്തി കേന്ദ്രമായിരുന്ന പ്രദേശം, പാലക്കാട് പോലെ CPMന്റെ അക്രമങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടുന്ന ജില്ലയിൽ നിന്നും KSUവിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളായി ഇവിടുന്ന് ആളുകൾ കടന്നു വന്നിരുന്ന, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ നോക്കിക്കാണാനും കാണാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു ജില്ലയിലേക്കാണ് ഇപ്പോൾ KPCCയുടെ ഈ ടീമിന്റെ ഭാഗമായിട്ടുള്ള വന്നു ചേർന്നിരിക്കുന്നത്. അതൊരു പഴയകാല പ്രതാപമോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഒരു ഓർമ്മ മാത്രമല്ല, അത് സമീപ ഭാവിയിൽ നമ്മൾ വീണ്ടെടുക്കാൻ പോകുന്ന പ്രസ്ഥാനത്തിന്റെ കരുത്താണ് എന്നുള്ള വിശ്വാസത്തോടെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ സദസ്സിലും ഈ ഹാളിലും ഇരിക്കുന്ന ആളുകൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ഇതിന് ഒരു മാറ്റം വരും എന്നുള്ള കാര്യത്തിന് സംശയം വേണം. നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നുണ്ടായത്. നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അത് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് കോൺഗ്രസും UDFും നടത്തിയത്. അങ്ങനെ തിരിച്ചെടുക്കാനുള്ള പട്ടികയിൽ മണ്ഡലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജില്ലകളെ എഴുതി വെച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കാണാൻ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം തയ്യാറാവേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്.